മെട്രിക്സ് എന്ന ചാപ്റ്ററിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ആരെങ്കിലും കഴിഞ്ഞ ക്ലാസ്സുകൾ കണ്ടിട്ടില്ല എങ്കിൽ അവ കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവൂ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് ആണ്. എന്താണ് ട്രാൻസ്പോസ് എന്ന് നമുക്കൊരു മെട്രിക്സ് ഉണ്ടെന്ന് കരുതുക. 1 2 3 5 7 9. ഞാൻ ഇതിൻ്റെ നമുക്കറിയാം ഇതിന് 3 റോയും 2 കോളവുമാണുള്ളത്. അപ്പം ഞാനിതിൻ്റെ റോസ് കോളം ഇൻ്റർചേഞ്ച് ചെയ്യുകയാണ്. അതായത് ഈ റോയിൽ ഈ ഫസ്റ്റ് റോയെ നമ്മളത് കോളമാക്കി മാറ്റുന്നു. ഇതിനെ ഇങ്ങോട്ട് ഫസ്റ്റ് റോയെ ഫസ്റ്റ് കോളമാക്കി, സെക്കൻഡ് റോയെ സെക്കൻഡ് കോളമാക്കി എഴുതുന്നു, തേർഡ് റോയെ തേർഡ് കോളമായിട്ട് നമ്മളൊന്ന് എഴുതുക. തിരിച്ചും പറയാം, ഇവിടുത്തെ ഫസ്റ്റ് കോളം അവിടുത്തെ ഫസ്റ്റ് റോയായി, ഇവിടുത്തെ സെക്കൻഡ് കോളം എന്ന് പറയുന്നത് അവിടുത്തെ സെക്കൻഡ് റോയായി. ചുരുക്കത്തിൽ നമ്മൾ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ റോസും കോളോസും നമ്മൾ പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യുകയാണ്. അങ്ങനെ കിട്ടുന്ന മെട്രിക്സിനെയാണ്. അപ്പോൾ ഒരു മെട്രിക്സ് ഉണ്ട്, ആ മെട്രിക്സിൻ്റെ റോസും കോളംസും പരസ്പരം ഇൻ്റർചേഞ്ച് കിട്ടുന്ന മെട്രിക്സിനെയാണ് നമ്മൾ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. അത് നമ്മൾ സാധാരണയായിട്ട് ഡിനോട്ട് ചെയ്യുന്നത് ഒന്നിൽ എ ട്രാൻസ്പോസ് എന്നാണ് ഇതിൻ്റെ ഡിനോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എ ഡാഷ് എന്നും ട്രാൻസ്പോസ്. അപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് നമ്മൾ എ ട്രാൻസ്പോസ് അല്ലെങ്കിൽ എ ഡാഷ് ഈ 2 സിമ്പിൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ? ദ മെട്രിക്സ് ഒബ്റ്റൈൻഡ് ബൈ ഇൻ്റർചേഞ്ചിങ് ദ rows and columns of the original matrix. The new matrix obtained is called the transpose of the original matrix. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ ഇതിപ്പം ഒരു 3/2 മെട്രിക്സ് ആയിരുന്നു. എ എന്ന് പറയുന്ന ഒരു 3/3 മെട്രിക്സ് ഞാൻ എഴുതുകയെന്ന് വിചാരിച്ചു. 3 2 1 5 5 3 4 7 2 7 2 -5 അല്ലെങ്കിൽ 8 എന്ന് പറഞ്ഞാൽ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ട്രാൻസ്പോസ് നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? ഈ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇതിൻ്റെ കോളം 3 2 1 നമ്മൾ റോ ഇങ്ങനെ ഈ ഫസ്റ്റ് റോ കോളമായിട്ട് എഴുതി, അടുത്ത 5 3 4, അടുത്ത 7 2 8. ഇതായിരിക്കും ഇതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എയുടെ ഒരു 3/3 മെട്രിക്സ് ആണെങ്കിൽ നമുക്കിവിടെ അതിൻ്റെ ട്രാൻസ്പോസ് ആണ് കിട്ടിയിരിക്കുന്നത്. വേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതൊരു 3/2 മെട്രിക്സ് ആണ്. ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ ഓർഡർ 3/2 ആണെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോസിൻ്റെ ഓർഡർ നമുക്ക് 2/3 ആണ് കിട്ടിയിരിക്കുന്നത്. ഇത് റോസും കോളസും തിരിച്ചു. ഇവിടെ 3/3 ആണ്, ഇവിടെയും 3/3 ആണ്. നമുക്ക് വേറെ ഒന്നും നോക്കാം. ഇത് തേർഡ് എക്സാമ്പിൾ നോക്കാം. അപ്പം ഞാൻ ഇങ്ങനെ ഒരു മെട്രിക്സ് എഴുതുകയാണ്, ഒരു 1/3 മെട്രിക്സ് എഴുതുകയാണ്. 1 3 4 എഴുതുക എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോസ് എഴുതുന്നത് നമുക്ക് എന്ത് കിട്ടും? ഇതെന്താണ്? ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഒരു 1/3 മെട്രിക്സ് ആണ്, 1 റോ 3 കോളം. അപ്പോൾ അതിൻ്റെ ട്രാൻസ്പോസ് എഴുതുമ്പോൾ 3/1 ആയിരിക്കും. അതെങ്ങനെയാണ് കിട്ടാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഈ റോ ബിക്കംസ് കോളംസ്, ദാറ്റ് ഈസ് 1 3 4 എന്ന്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്താണെന്ന് നോക്കി. ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 3/1 ആണ്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എയുടെ ഓർഡർ 1/3 ആണെങ്കിൽ എ ട്രാൻസ്പോസിൻ്റെ ഓർഡർ എന്തായിരിക്കും? 3/1 ആയിരിക്കും. വേറെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. If A is equal to 5 7 8, അങ്ങനെയാണെങ്കിൽ ഇവിടെ ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് എങ്ങനെ എഴുതാം? ഇതൊരു 3/1 മെട്രിക്സ് ആണ് നമുക്കറിയാം. അപ്പോൾ ഇതെന്തായിരിക്കും? 1/3 മെട്രിക്സ് ആയിരിക്കും. 1/3 മെട്രിക്സ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ 1 റോയും കാണും, 3 കോളവും കാണും. അപ്പോൾ ഇത് എഴുതുമ്പോൾ എന്താണ്? 5 7 8 എന്നുള്ളത് എന്തായിട്ട് മാറും? 5 7 8 റോയായിട്ട് മാറും. ഒറ്റ റോയും 3 കോളവുമായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു മെട്രിക്സ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റോസും കോളംസും പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ സാധിക്കും? അതിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ സാധിക്കും. നമുക്ക് മറ്റൊരു മെട്രിക്സ് നോക്കാം. അപ്പോൾ ഒരു മെട്രിക്സ് വന്നാൽ എങ്ങനെയാണ് അതിൻ്റെ ട്രാൻസ്പോസ് എഴുതുന്നത് നമുക്ക് മനസ്സിലായി. അടുത്തായിട്ട് ഞാൻ ഒരു 2/2 മെട്രിക്സ് എഴുതാമെന്ന് വിചാരിച്ചു. 1 2 7 9. ഇതിൻ്റെ ട്രാൻസ്പോസ് എങ്ങനെ എഴുതുന്നത്? ട്രാൻസ്പോസ് എഴുതുന്നത് റോ ബിക്കംസ് കോളം 1 2 7 9. ഇതാണ് ട്രാൻസ്പോസ്. നമ്മൾ ഒരു തവണയും കൂടെ ട്രാൻസ്പോസ് ഒന്ന് എഴുതുകയെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്പോസ്, അതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താണ്? 1 7
29 എന്ന് വരും. 1 2 ഇങ്ങനെ എഴുതി 1 2 7 9. അത് നമുക്ക് എന്ത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്? എ തന്നെയല്ലേ കിട്ടിയിരിക്കുന്നതൊക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? ഒരു മെട്രിക്സിൻ്റെ എ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും കിട്ടാൻ പോകുന്നത്? എ തന്നെയായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇനി അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിവിടെ ഒരു മെട്രിക്സിൻ്റെ എന്ന ബോൾ പ്രോപ്പർട്ടിയൊക്കെ എന്തൊക്കെയാണ് നമ്മളിവിടെ പഠിച്ചെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഒന്നാമത്തെ പ്രോപ്പർട്ടി ഇതാണ്. എ എന്ന് പറയുന്നത് ഓഫ് ഓർഡർ m/n ആണെങ്കിൽ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ ഓർഡർ എന്തായിരിക്കും? n/m ആയിരിക്കും. അതിൻ്റെ റോസും നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യുകയാണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞു ഇവിടെ വേറെ കാര്യങ്ങൾ നമുക്കിടയ്ക്ക് ഇപ്പോൾ 1 2 3 4 ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. അതിൻ്റെ ട്രാൻസ്പോസ് എഴുതുമ്പോഴത്തേക്കിന് ഇതേ ട്രാൻസ്പോസ് എഴുതുമ്പോൾ ഇങ്ങനെ വരും. ഇങ്ങനെയാണ് 1 2 3 4. ഇവിടെ നമുക്ക് ഈ 3യുടെ സ്ഥാനം ഇവിടെ ഒന്ന് നോക്കാം. ഇവിടെ നമുക്ക് എന്താണ് അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്? ഇതിൻ്റെ പൊസിഷൻ നമ്മൾ സാധാരണ എഴുതുമ്പോൾ A21 ആണ്, സെക്കൻഡ് റോ ഫസ്റ്റ് കോളം. ഇവിടെ 3യുടെ പൊസിഷൻ ഇത് നമ്മൾ അങ്ങോട്ട് മാറ്റിയപ്പോഴാണ് ഇവിടെ വന്നത്. ട്രാൻസ്പോസ് എടുത്തപ്പോൾ ഇതിൻ്റെ പൊസിഷൻ എന്താണ്? A12 എന്നാണ്. അപ്പോൾ നോക്കിയേ, നമ്മളൊരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോഴത്തേക്കിന് A21 എന്നുള്ള എന്തായിട്ട് മാറും? A12 ആയിട്ട് മാറും. അപ്പോൾ 2 പൊസിഷനിലുള്ള ഒരു എലമെൻറ്റ് അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എന്താണ്? 1 എലമെൻ്റ് ആയിട്ട് മാറും. അതായത് നമ്മൾ പറയുന്ന പ്രോപ്പർട്ടി ഇതാണ്. ഒരു ijth എലമെൻ്റ് ഉണ്ടെന്ന് വിചാരിക്കും. ഒരു മെട്രിക്സിൻ്റെ ഒരു എലമെൻറ്റിൻ്റെ പൊസിഷൻ ijth ആണെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോസിൽ അതിൻ്റെ പൊസിഷൻ എന്തായിരിക്കും? jith പൊസിഷൻ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ijth പൊസിഷനുള്ള ഒരു മെട്രിക്സിൽ ഒരു എലമെൻറ്റിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ആ എലമെൻറ്റിൻ്റെ പൊസിഷനാണ് jith ആയിട്ട് മാറുന്നത്. പിന്നെ നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു മെട്രിക്സിൻ്റെ ഫോം നമ്മളിങ്ങനെ A = Aij m × n ഓർഡറിലുള്ളതാണെങ്കിൽ A ട്രാൻസ്പോസിൽ ആ എലമെൻറ്റിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ അതിനെ നമ്മൾ റെപ്രസെൻറ്റ് AJI ആണ്. അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് n/m ആയിരിക്കും. ചുരുക്കം പറഞ്ഞാൽ നമ്മളെ ഒരു ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കിട്ടുന്നത്? ബൈ ഇൻ്റർചേഞ്ചിങ് ദ rows and columns of a matrix we will obtain the transpose of a matrix. പിന്നെ അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടികൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമത്തെ പ്രോപ്പർട്ടി, നമ്മളൊരു സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ എടുത്തിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് കാണുകയാണെങ്കിൽ നമുക്ക് k × A ട്രാൻസ്പോസ് എന്ന് കാണാൻ സാധിക്കും. പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു മെട്രിക്സിനെ ഒരു സ്കെയിലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക, അതിൻ്റെ റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ആ A ട്രാൻസ്പോസ് എടുത്തിട്ട് A മാത്രമായിട്ട് എടുത്ത് ട്രാൻസ്പോസ് എടുത്തിട്ട് അതിൽ എല്ലാ എലമെൻറ്റിനെയും k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. രണ്ടാമതായിട്ട് നമ്മൾ പറയുന്ന ഇതാണ്. നേരത്തെ നമ്മളൊരു ഇവിടെ ഒരു ഇത് പറഞ്ഞായിരുന്നു A ട്രാൻസ്പോസ് എടുക്കാമെങ്കിൽ A തന്നെ കിട്ടുമോ? നമ്മൾ ഏതൊരു മെട്രിക്സിൻ്റെ 2 തവണ ട്രാൻസ്പോസ് എടുക്കാമെങ്കിൽ ഒറിജിനൽ മെട്രിക്സ് തന്നെ കിട്ടും. മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നത് ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി ഇതാണ്, തിയറം പറയുന്ന ഇതാണ്. നമ്മൾ 2 മെട്രിക്സിൻ്റെ സം എടുത്ത് ട്രാൻസ്പോസ് കാണുന്നത് ഓരോന്ന് ട്രാൻസ്പോസ് എടുത്ത് കണ്ട് സം ചെയ്യുന്നത് ഈക്വലായിരിക്കും. കാരണം നമ്മളെ 2 മെട്രിക്സ് Aയും Bയും തന്നിട്ടുണ്ടെന്ന് കരുതുക. ആ സം ചെയ്തിട്ട് ട്രാൻസ്പോസ് കാണുന്നത് ഓരോന്നും എടുത്ത് ട്രാൻസ്പോസ് കണ്ടിട്ട് പിന്നെ സം കാണുന്നത് ഇത് രണ്ടും എപ്പോഴും സെയിം ആയിരിക്കും. അടുത്തത് നമ്മൾ പറയുന്നത് AB ട്രാൻസ്പോസ് ആണ്. 2 മെട്രിക്സിൻ്റെ പ്രോഡക്റ്റിൻ്റെ ട്രാൻസ്പോസ് കാണുന്നത് B ട്രാൻസ്പോസ് A ട്രാൻസ്പോസിന് ഈക്വലായിരിക്കും. അതായത് AB കണ്ടിട്ട് നമ്മൾ അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുന്നത് B ട്രാൻസ്പോസ് സെക്കൻഡ് മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്തിട്ട് ഫസ്റ്റ് മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനും ഈക്വലായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെ റിവേഴ്സ് ഓർഡറിലാണ് വന്നിരിക്കുന്നത്. ഇതിനെ നമ്മൾ റിവേഴ്സൽ ലോ ഓഫ് റിവേഴ്സൽ ലോ, ഈ ലോയ്ക്ക് നമ്മൾ പറയുന്നത് റിവേഴ്സൽ ലോ. ട്രാൻസ്പോസിഷൻ ആണ്. അപ്പോൾ എന്തൊക്കെ പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ പഠിച്ചെന്ന് നോക്കാം. k × A ട്രാൻസ്പോസ് KA ട്രാൻസ്പോസ് A ട്രാൻസ്പോസ് A 2 തവണ ട്രാൻസ്പോസ് എടുത്താൽ നമുക്ക് A തന്നെ കിട്ടും. അടുത്തത് A + B ട്രാൻസ്പോസ് എടുത്താൽ A ട്രാൻസ്പോസ് + B ട്രാൻസ്പോസ് ആണ്. പിന്നെ അവസാനമായിട്ട് നമ്മൾ പറയുന്നു AB ട്രാൻസ്പോസ് B ട്രാൻസ്പോസ് A ട്രാൻസ്പോസ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു കാര്യം കൂടെ വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ഒരു സബ് പാർട്ടായിട്ട് നമ്മളിപ്പം
എ ബി സി ഡി 4 എലമെന്റ് എന്ന് വിചാരിച്ചു. അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുകയാണെങ്കിൽ ഈ റൂൾ അനുസരിച്ച് എന്താണ് അവസാനത്തിൽ നിന്ന് തുടങ്ങണമെന്നാണ് ട്രാൻസ്പോസ് പറയുന്നത്. എന്താണ് ഡി ട്രാൻസ്പോസ്, സി ട്രാൻസ്പോസ്, ബി ട്രാൻസ്പോസ്, എ ട്രാൻസ്പോസ്. അപ്പം പ്രോഡക്റ്റിൻ്റെ ട്രാൻസ്പോസ് എപ്പോഴും റിവേഴ്സ് ഓർഡറിലായിരിക്കും എന്ന് മാത്രം ഓർത്തിരിക്കുക. അടുത്താണ് നമ്മൾ പഠിക്കുന്നത് സിമെട്രിക് മെട്രിക്സിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് നമ്മൾ പഠിച്ചു. അടുത്ത നമ്മൾ സിമെട്രിക് മെട്രിക്സ് എന്താണെന്ന് നോക്കുന്നത്. അപ്പോൾ ഞാനൊരു മെട്രിക്സിന് ഒരു എക്സാമ്പിൾ എഴുതുകയാണ്. അപ്പോൾ ഞാൻ 1 2 3 ഒരു മെട്രിക്സ് ഞാൻ ഇങ്ങനെ എഴുതുകയാണ്. ഞാൻ ഇതിൻ്റെ ട്രാൻസ്പോസ് എന്ന് എഴുതുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ട്രാൻസ്പോസ് വരാമെന്ന് നോക്കി റോയും കോളം തിരിച്ചെഴുതുകയാണ്. 2 4 6 ഈ റോ ഇങ്ങോട്ട് നമ്മൾ കോളമാക്കി 3 6 9. അപ്പോൾ ഈ ട്രാൻസ്പോസിനുള്ള പ്രത്യേകത എന്താണെന്ന് നോക്കി. ആദ്യത്തെ മെട്രിക്സ് തന്നെയല്ലേ എവിടെയും കിട്ടിയിരിക്കുന്നത് നോക്കി. നമ്മൾ റോയും കോളം എല്ലാം ഇൻ്റർചേഞ്ച് ചെയ്തു, പക്ഷേ എ ട്രാൻസ്പോസ് ഫിസിക്കലി എ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അങ്ങനെ ഒരു മെട്രിക്സിനെയാണ് നമ്മൾ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇതാണ് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണ്. അതിൻ്റെ ട്രാൻസ്പോസ് എടുത്തപ്പോൾ എ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ ഈ മെട്രിക്സിനെ നമ്മൾ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയും. ഈ എക്സാമ്പിൾ നോക്കിക്കൊണ്ട് അപ്പോൾ ഇതൊരു സിമെട്രിക് മെട്രിക്സ് ആണ് എ എന്ന് പറയുന്നത്. മറ്റെന്തെങ്കിലും പ്രത്യേകത നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും പ്രോപ്പർട്ടി നമുക്ക് ഇതിനകത്തൊന്ന് കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അവിടെ നമുക്കൊന്ന് ആലോചിച്ചാൽ നമ്മൾ കണ്ടു. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എ ട്രാൻസ്പോസ് എ ഈക്വലായിരിക്കും. രണ്ടാമത്തെ പ്രോപ്പർട്ടി വേറൊന്ന് കാര്യം നോക്കിയാൽ നമ്മളിങ്ങനെ ഒരു ഡയഗണൽ, മെയിൻ ഡയഗണൽ, പ്രിൻസിപ്പൽ ഡയഗണൽ എടുത്തു കഴിഞ്ഞാൽ ഈ ട്രാൻസ്പോസിൻ്റെ എടുത്തു കഴിഞ്ഞാൽ ഈ പ്രിൻസിപ്പൽ ഡയഗണൽ എലിമെൻറ്റ്സ് എല്ലാം ഇപ്പോഴും ഈക്വലായിരിക്കും. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ഈ പ്രിൻസിപ്പൽ ഡയഗണൽ എലിമെൻറ്റ്സ് എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ മറ്റ് എലിമെൻറ്റ്സ് സിമെട്രിക്കായിട്ടല്ലേ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ 2 ആണ്, ഇവിടെ 2, ഇവിടെ 3 ആണ്, ഇവിടെ 3, ഇവിടെ 6 ആണ്, ഇവിടെ 6. നമ്മൾ ബൈനറി ഓപ്പറേഷൻ്റെ കാര്യം പഠിച്ചപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു സിമെട്രിക് മെട്രിക്സിൽ ഇവിടെ 2 ആണ്, ഇവിടെ 2 തന്നെ വരണം, ഇവിടെ 3 ആണ്, ഇവിടെ 3 വരണം, ഇവിടെ 6 ആണ്, ഇവിടെ 6 തന്നെ വരണം എന്ന് പറഞ്ഞാൽ എലമെൻറ്റ്സ് സിമെട്രിക്കലി അറേഞ്ച്ഡ് അബൌട്ട് ദ മെയിൻ ഡയഗണൽ. മെയിൻ ഡയഗണലിലെ പ്രിൻസിപ്പൽ ഡയഗണൽ ഇതാണെന്ന് നമ്മൾ പറഞ്ഞു, ഇങ്ങോട്ടുള്ള നമ്മൾ എടുക്കാറില്ല. അപ്പം അങ്ങനെ ഒരു പ്രത്യേകത നമ്മൾ കാണുന്നു. പിന്നെ വേറെ എന്തെങ്കിലും പ്രത്യേകത ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്വയർ മെട്രിക്സ് ആണ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആണ്. ഇത് റോ 3 റോ 3 കോളം സ്ക്വയർ മെട്രിക്സ് ആണ്. അപ്പോൾ ഈ സ്ക്വയർ മെട്രിക്സിന് മാത്രമേ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ സിമെട്രിക് മെട്രിക്സിൻ്റെ പ്രത്യേകത എന്താണ്? എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ എ ഇസിക്കൽ എ ട്രാൻസ്പോസ് ആയിരിക്കും, അല്ലെങ്കിൽ എ ട്രാൻസ്പോസ് ഇസിക്കൽ എ ആയിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്താൽ അത് തന്നെയാണ് കിട്ടാൻ പോകുന്നത്, വേറൊന്നുമില്ല. പിന്നെ നമ്മൾ പറഞ്ഞ സ്ക്വയർ മെട്രിക്സിനെ സിമെട്രിക് മെട്രിക്സ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് എ എടുത്താൽ എ ട്രാൻസ്പോസ് എടുത്താൽ ഈ മെയിൻ ഡയഗണൽ പ്രിൻസിപ്പൽ ഡയഗണൽ എപ്പോഴും ഈക്വലായിരിക്കും. അവസാനമായിട്ട് നമ്മൾ പറയുന്നത് ഇതിൻ്റെ എലമെൻറ്റ്സ് ഈ പ്രിൻസിപ്പൽ ഡയഗണലിൽ സിമെട്രിക് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഇവിടെ ഈ ഒരു ഇതൊരു സിമെട്രിക് മെട്രിക്സ് ആണ്. ഇവിടെ 2ൻ്റെ പൊസിഷൻ എന്താണ് നമുക്കറിയാം. പൊസിഷൻ നമ്മൾ സാധാരണ എഴുതുമ്പോൾ A1 2 ആണ് ഇതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. ഈ 2ൻ്റെ പൊസിഷൻ എന്താണ്? സെക്കൻഡ് റോ ഫസ്റ്റ് കോളമാണ്, A21 ആണ്. അപ്പം A12 A21 എലമെൻറ്റ്സ് എപ്പോഴും എന്തായിരിക്കും? ഈക്വലായിരിക്കും. അങ്ങനെ ഒരു പ്രത്യേകത ഇവിടെ കാണുന്നു. ഇതിപ്പം A11 ആണ്, ഇവിടെ A22 ആണ്. അത് തിരിച്ചിട്ടാൽ ഇപ്പം 1 2 2 ഇപ്പം A22 എന്നുള്ളത് നമ്മൾ പറയുകയാണെങ്കിൽ അത് തിരിച്ചിട്ടാൽ A22 തന്നെയാണ് നമുക്ക് കിട്ടാൻ തോന്നുന്നത്. A12 തിരിച്ചിട്ടാൽ A21. അപ്പം ഇങ്ങനെയുള്ള എലമെൻറ്റ്സ് എല്ലാം ഇപ്പോഴും ഈക്വലായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. Aij is equal to Aji ആയിരിക്കും ഫോർ ഓൾ I, J. ഏത് ഐയും ജെയും എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 3/3 മെട്രിക്സ് ആണ്. ഐയും ജെയും 1 തൊട്ട് 3 വരെയുള്ള ഏത് സംഖ്യകളുമാകാം. ഏത് ഐയും ജെയും എടുത്താൽ Aj is equal to A, Ij is equal to Aji ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചില പ്രത്യേകതകളിലൂടെ നമ്മൾ ഈ സിമെട്രിക് മെട്രിക്സിനെ കാണുന്നു. പിന്നെ നമ്മളിവിടെ പറയുന്നത് ഒരു എക്സാമ്പിളൂടെ നമുക്കൊന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞ് നോക്കിയാൽ ഒരു സിമെട്രിക് മെട്രിക്സ് പെട്ടെന്ന് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് ഇതൊരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, മെയിൻ ഡയഗണൽ ADF ആണ്. ബിയും ബിയും സിയും സിയും ഇ ആണിത്. ഇത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്ന ഇ. ഇതൊരു നമുക്കൊരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. മറ്റൊരു
സിമെട്രിക് മെട്രിക്സ് പറഞ്ഞാൽ സൈൻ ആൽഫ കോസ് ആൽഫ ഇങ്ങനെ എഴുതിയാൽ ഇതൊരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. കാരണം എന്താണ്, ഇത് പ്രിൻസിപ്പൽ ഡയഗണൽ എടുത്തു കഴിഞ്ഞാൽ അപ്പുറം ഇപ്പുറം വരുന്ന എലമെന്റ്സ് സിമെട്രിക് അല്ലേ നോക്കിയാൽ കോസ് ആൽഫ തന്നെയാണ് ഇവിടെ വരാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയായിരിക്കും നമുക്കൊരു സിമെട്രിക് മെട്രിക്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. എ ട്രാൻസ്പോസ് ഫിസിക്കൽ ടു എ ആണ് ഇതിനകത്ത് മെയിനായിട്ട് വരാൻ പോകുന്ന പോയിന്റ്. അടുത്തത് നമ്മളെ സിമെട്രിക് മെട്രിക്സ് പറഞ്ഞു. അടുത്തായിട്ട് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ് പഠിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു മെട്രിക്സ് എ എഴുതിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ എ ട്രാൻസ്പോസ് ഒന്ന് എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. റോ ബിക്കംസ് കോളം ആകും. അപ്പോൾ നമുക്ക് എന്താണ് വരാൻ പോകുന്നത്? 0, 5, 6. അടുത്ത റോ എടുക്കുമ്പോൾ -5, 0, 7. അടുത്ത റോ എടുക്കുമ്പോഴത്തേക്ക് -6, -7, 0. ഞാൻ മൈനസ് എ ഒന്ന് കാണുകയെന്ന് വിചാരിച്ചു. എ അറിയാം, മൈനസ് എ കാണണമെങ്കിൽ സൈൻ എല്ലാം മാറ്റിയാൽ മതി. 0, -5, -6, 5, 0, -7, 6, 7, 0. അപ്പോൾ ഇത് തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഇത് തന്നെയല്ലേ ഇവിടെ വന്നിരിക്കുന്നത് നോക്കിയാൽ 5, 0, -7, 6, 7, 0. നമുക്ക് മനസ്സിലായി എ ട്രാൻസ്പോസ് ഫിസിക്കൽ -A ആണെന്ന് മനസ്സിലായി. അപ്പോൾ സിമെട്രിക് മെട്രിക്സ് ആയിരുന്നു നമ്മൾ പറഞ്ഞു എ ട്രാൻസ്പോസ് ഫിസിക്കൽ A ആണ്. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് വരുമ്പോൾ നമ്മൾ പറയുന്നത് എ ട്രാൻസ്പോസ് ഫിസിക്കൽ -A എന്ന് കിട്ടും. അപ്പോൾ ഒരു മെട്രിക്സ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ എന്താണ്? എ ട്രാൻസ്പോസ് ഫിസിക്കൽ -A ആണ്. വെറും A ആവുകയാണെങ്കിൽ നമുക്ക് അതിനെ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാൻ സാധിക്കും. ഇനി എന്തൊക്കെയാണ് ഇവിടെ പ്രത്യേകതകൾ? നമ്മളൊരു മെട്രിക്സ് എടുക്കുകയാണ്. ഇതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പറഞ്ഞു. കാരണം എ ട്രാൻസ്പോസ് ഫിസിക്കൽ -A ആണ്. ഇവിടെ എന്തൊക്കെയാണ് പ്രത്യേകതകൾ നമ്മൾ കാണുന്നത്? നമ്മൾ കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി ഇതൊരു സ്ക്വയർ മെട്രിക്സിനെ ഇതൊക്കെ പറ്റത്തുള്ളൂ. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ അത് സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. പിന്നെ നമ്മൾ നോക്കിയപ്പോൾ ഈ ഡയഗണൽ എലമെന്റ്സ് നമ്മൾ നോക്കിയപ്പോൾ മനസ്സിലായി ഡയഗണൽ എലമെന്റ്സ് 0 ആയിരിക്കും. മൂന്നാമതായിട്ട് നമ്മൾ പറയുന്ന പ്രത്യേകത എന്താണ്? ഇവിടെ ഈ മെയിൻ ഡയഗണൽ പ്രിൻസിപ്പൽ ഡയഗണലിന് എലമെന്റ്സിന് സിമെട്രിക് ആയിട്ട് വരുന്ന എലമെന്റ്സ് എന്തായിരിക്കും? നെഗറ്റീവ് ഓഫ് ഈച്ച് അതർ ആയിരിക്കും. അപ്പോൾ മൂന്നാമത്തെ പ്രോപ്പർട്ടി അതാണ്. ദ എലമെന്റ്സ് വിച്ച് ആർ ഇക്വിഡിസ്റ്റന്റ് ഫ്രം ദ പ്രിൻസിപ്പൽ ഡയഗണൽ ആർ നെഗറ്റീവ് ഓഫ് ഈച്ച് അതർ. അപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് നമുക്ക് ഈ 5ന്റെ പൊസിഷൻ ഒന്ന് നോക്കിയാൽ എന്താ പറയാൻ സാധിക്കും? A1, 2 ആണ് ഈ 5ന്റെ പൊസിഷൻ. ഇതിൻ്റെ പൊസിഷൻ ആണെങ്കിൽ എന്താണ്? നമുക്ക് A21 ആണ്. അപ്പോൾ ഈ A12th എലമെന്റും A21th എലമെന്റും തമ്മിൽ ഏതിനൊരു വ്യത്യാസമുള്ള സംഖ്യ സെയിം ആണെങ്കിൽ ഒരു മൈനസിന്റെ ഒരു വ്യത്യാസം മാത്രമേ ഇവിടെ വരുന്നത്. ഇത് 5 ആണെങ്കിൽ ഇത് -5 ആയിരിക്കും എന്നുള്ളതാണ് വ്യത്യാസം. അപ്പോൾ ചുരുക്കത്തിൽ നമുക്കൊരു മെട്രിക്സ് AIJ എന്നുള്ള രൂപത്തിലാണ് ഒരു മെട്രിക്സ് എങ്കിൽ, അതായത് നമ്മളിപ്പോൾ ഒരു മെട്രിക്സ് പറയുകയാണ് അതിൻ്റെ കോമൺ ഫോം AIJ ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ -A ആയിരിക്കും. അതിൻ്റെ ഒരു ബേസിക് ഡെഫിനിഷൻ തന്നെ അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ഫോം AIJ ആണെങ്കിൽ എ ട്രാൻസ്പോസ് -A ആയിരിക്കും എന്ന് പറയുമ്പോൾ നമുക്ക് AIJth എലമെന്റ് എന്ന് പറയുന്നത് -AJith എലമെന്റ് ആയിരിക്കും ഇവിടെ കിട്ടാൻ പോകുന്നത്. ഫോർ ഓൾ എന്നാണ് വായിക്കുന്നത് IJ. അതാണ് നമ്മളിവിടെ പറഞ്ഞ A12 ആണെങ്കിൽ മൈനസ് ഓഫ് A21 ദ പൊസിഷൻ ആയിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പ്രത്യേകത? സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം, ഡയഗണൽ എലമെന്റ് 0 ആയിരിക്കണം. ഇവിടെ ഈ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെന്റ്സിന് സിമെട്രിക് ആയിട്ട് വരുന്ന എലമെന്റ്സ് ഇക്വിഡിസ്റ്റന്റ് ഫ്രം ദ ഡയഗണൽ എലമെന്റ്സ് ആർ നെഗറ്റീവ് ഓഫ് ഈച്ച് അതർ. നമുക്കൊരു പെട്ടെന്ന് ഒരു മെട്രിക്സിന്റെ ഒരു സിമെട്രിക് മെട്രിക്സ് പറയാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പറയാൻ സാധിക്കും. ABCF നമ്മളിങ്ങനെ എഴുതിയാൽ ഇവിടെ നമ്മൾ പ്രത്യേകം നമ്മൾ നോക്കേണ്ടത് ഇവിടെ ഡയഗണൽ എലമെന്റ്സ് നമുക്കിങ്ങനെ പറയാമെങ്കിൽ ഡയഗണൽ എലമെന്റ്സ് എപ്പോഴും 0 ആയിരിക്കും. ഇതെല്ലാം ഡയഗണൽ എലമെന്റ്സ് 0 ആയിരിക്കും. പിന്നെ വരുന്നത് എന്താണ്? B ഇവിടെ വന്നു പോയി -B ഇവിടെ എഴുതണം, ഇവിടെ -B എഴുതണം. C ആണെങ്കിൽ ഇവിടെ -C എഴുതണം, E ആണെങ്കിൽ ഇവിടെ -C എഴുതണം. അപ്പോൾ ഈ ഡയഗണൽ എലമെന്റ്സ് എപ്പോഴും എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഇത് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിനെ എക്സാമ്പിളാണ്. പിന്നെ മറ്റൊരു കാര്യം നമുക്ക് നോക്കാം. A എന്ന് പറയുന്ന ഒരു 2x2 മെട്രിക്സ് ഞാൻ എഴുതുകയെന്ന് വിചാരിച്ചു.
5 2 3 1 അങ്ങനെയാണ് ഇതിൻ്റെ എ ട്രാൻസ്പോസ് എന്തായിരിക്കുന്നത്. ഡ്രോയിങ് കോളം ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ 5 2 3 1 ഇങ്ങനെ വരും. ഞാൻ എ പ്ലസ് എ ട്രാൻസ്പോസ് ഒന്ന് കാണുകയാണെങ്കിൽ എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവിടെ 5 2 3 1 പ്ലസ് 5 3 2 1 ഇത് സം ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കാം. 10 5 5 എന്താണ് 2 എന്ന് വരും. അപ്പോൾ ഇത് മെട്രിക്സിൻ്റെ പ്രത്യേകത എന്താണ്? ഇതൊരു സിമെട്രിക് മെട്രിക്സ് ആണ്. കാരണം ഈ മെയിൻ ഡയഗണൽസ് എന്തും ആയിക്കോട്ടെ, അപ്പുറം ഇപ്പുറം വരുന്ന എലമെന്റ് സെയിം ആയതുകൊണ്ട് ഇതൊരു സിമെട്രിക് മെട്രിക്സ് ആണ്. എ ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. എ പ്ലസ് എ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? സിമെട്രിക് മെട്രിക്സ് ആണ്. എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് നോക്കാം. എന്ന് പറഞ്ഞാൽ ഇവിടെ ചെയ്ത പോലൊക്കെ തന്നെ പ്ലസിന് പകരം മൈനസ് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 5 3 2 1 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സബ്ട്രാക്ട് ചെയ്ത് എഴുതാം. 5 - 5 0 എന്ന് വരും. 2 - 3 -1 ആണ്. 3 - 2 1 വരും. 1 - 1 0 വരും. ഈ എലമെന്റ് നോക്കിയാൽ ഈ മെട്രിക്സ് നോക്കുമ്പോൾ ഡയഗണൽ എലിമെന്റ്സ് എല്ലാം 0 ആണ്. സിമെട്രിക് ആയിട്ട് വരുന്ന എലിമെന്റ്സ് നെഗറ്റീവ് ഓഫ് ഈച്ച് അതർ ആയി നമുക്ക് എന്നാ പറയാം? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്നാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളിവിടെ പഠിക്കുകയാണ്. എ ഒരു സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ എ പ്ലസ് എന്തോ സ്ക്വയർ മെട്രിക്സും ആയിക്കോട്ടെ, എ പ്ലസ് എ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ അത് ഒരു സിമെട്രിക് മെട്രിക്സും എ മൈനസ് എ ട്രാൻസ്പോസ് എടുത്താൽ അതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സും ആയിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഒരു നമ്മൾ മെയിനായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഒന്നൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. എ എന്ന് പറയുന്ന ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക് ആണെങ്കിൽ അതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. എ ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ എ ട്രാൻസ്പോസ് ഫിസിക്കൽ -a ആയിരിക്കും. പിന്നെ ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. ഡയഗണൽ എലമെന്റ്സ് എപ്പോഴും 0 ആയിരിക്കും. പിന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു എ പ്ലസ് എ ട്രാൻസ്പോസ്, എ ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. എ പ്ലസ് എ ട്രാൻസ്പോസ് എല്ലായ്പ്പോഴും സിമെട്രിക് മെട്രിക്സും എ മൈനസ് എ ട്രാൻസ്പോസ് എന്തായിരിക്കും? ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സും ആയിരിക്കും. ഇത്രയുമാണ് നമ്മളൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിനെ കുറിച്ച് പഠിച്ച പ്രധാനപ്പെട്ട പോയിന്റ്സ്. അടുത്തായിട്ട് നമ്മളെ കുറച്ച് ഇമ്പോർട്ടൻ്റ് തിയറം ഒരു 3-4 തിയറം ഉണ്ട്. അത് തിയറമാണ് നമ്മൾ പറയുന്നത്. ആദ്യത്തെ ഒരു ഫസ്റ്റ് തിയറം ഇതാണ്: ദ ഡയഗണൽ എലമെന്റ്സ് ഓഫ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആർ ഓൾ സീറോസ്. നമ്മൾ പറഞ്ഞു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ ഡയഗണൽ എപ്പോഴും 0 വരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വെച്ചാൽ നമുക്ക് അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ -a വരികയുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അതായത് നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ ഇത് തന്നെയാണ് വരാൻ പോകുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ അവിടെ 0 വന്നെങ്കിൽ മാത്രമേ ഇത് സ്ക്യൂ സിമെട്രിക് ആവുകയുള്ളൂ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോന്നിൻ്റെ പൊസിഷൻ, 0യുടെ പൊസിഷൻ A11 ആണ്, 5ൻ്റെ A12, അങ്ങനെ നമ്മൾ ഇവിടെ വരെ എഴുതുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഈ 5ൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് A12 ആണ്. A12 ആണ്. അത് തിരിച്ച് A21 വന്നപ്പം കണ്ടോ, ഇതിൻ്റെ നേരെ നെഗറ്റീവാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ A23 എടുക്കാമെങ്കിൽ ഇത് A23 ആണ്, അത് 7 ആണ്. A32 എടുക്കാമെങ്കിൽ അത് i j നമ്മൾ തിരിച്ചിട്ടാൽ -, ചിലപ്പം അങ്ങനെ വരും. അതുപോലെ തന്നെ പിന്നെ നമ്മൾ പഠിച്ചത് A13 ആണ്. കണ്ടോ, A31 എടുക്കുകയാണെങ്കിൽ -6 കിട്ടും. A13 എന്ന് പറയുമ്പോൾ 6, A31 i j തിരിച്ചിടുമ്പോൾ നമുക്ക് മൈനസ് ഓഫ് ദി എലമെന്റ് ആണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വന്ന ഇതാണ് aj - AJ for all i j. ഏത് ജെയും ഐയും എടുത്താലും, ഇപ്പം ഇവിടെ വരുന്നതാണേലും നമ്മളിപ്പോൾ 1 എടുത്താലും ആ 1 തിരിച്ചിട്ടാലും നമുക്ക് 0 ആണ് കിട്ടുന്നത്, അല്ലെങ്കിൽ -0 എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. അപ്പോൾ ഈ നമ്മൾ പൊതുവായിട്ട് അതിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞാൽ ഇങ്ങനെയാണ്: AJ - AJI ഫോർ ഓൾ i j എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് സ്ക്യൂ സിമെട്രിക് മെട്രിക്സിനെ കുറിച്ച് അറിയാവുന്നത്. അപ്പോൾ നമ്മൾ പറയുകയാണ്, സപ്പോസ് A = AIJ എന്നൊരു മെട്രിക്സ് ആണ് ഇതെന്ന് നമുക്ക് കരുതാം. is a skew symmetric matrix. ഇതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്ന് കരുതുക. AIJ എന്ന് പറയുന്നത് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്ന് കരുതുക. അപ്പോൾ നമുക്കറിയാവുന്ന എന്താണ്, ഇത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയതിനാൽ therefore A ട്രാൻസ്പോസ് = -a ആയിരിക്കും. എന്ന് പറഞ്ഞാൽ A ട്രാൻസ്പോസ് എടുത്താൽ -a കിട്ടിയിരിക്കുക. അതാണ് ഡെഫിനിഷൻ. ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ഡെഫിനിഷൻ അതാണ്. ഇനി നമ്മളിവിടെ എക്ക് പകരം, ഈ ക്യാപിറ്റൽ എക്ക് പകരം ഈ ഒരു നൊട്ടേഷൻ ഉപയോഗിച്ചാൽ AIJ
ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു മൈനസ് എ ഐ ജെ എന്ന് എഴുതും. ഇതിനെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ റോയും കോളം കൊണ്ട് തിരിയുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം എ ജെ ഐ ഇസ് ഈക്വൽ ടു മൈനസ് എ ഐ ജെ. ഇനി നമ്മളിവിടെ പറഞ്ഞു ഇവിടെ A12 എടുക്കാമെങ്കിൽ A21 എടുക്കുമ്പോൾ നേരെ തിരിയും. അത് തന്നെയാണ് നമ്മളിവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇൻ പർട്ടിക്കുലർ വെൻ I is equal to J, ഐയും ജെയും ഈക്വൽ ആവുമ്പോഴും നമുക്ക് എല്ലാ കേസിലും ഇത് ശരിയാവുമെന്ന് പറയുമ്പോഴും ഐയും ജെയും ഈക്വൽ ആവുമ്പോഴും ഇത് ശരിയായിക്കോളും. അപ്പോൾ നമുക്ക് എന്നാ പറയാം AI is equal to മൈനസ് AII. ഐയും ജെയും എന്ത് സംഖ്യകളായിക്കോട്ടെ, ഇവിടെ എത്ര റോയും എത്ര കോളവും വരുന്നു. ഇപ്പം 3 ആണെങ്കിൽ 3 റോയും 3 കോളവും ആണെങ്കിൽ ഐക്ക് 1 2 3 എന്ന് പറഞ്ഞ 3 വാല്യൂ എടുക്കാം, ജെയ്ക്കും 1 2 3 എന്ന് പറഞ്ഞ വാല്യൂ എടുക്കാം. അപ്പോൾ ഐയും ജെയും എന്തും ആയിക്കോട്ടെ, ആ കേസിലെല്ലാം നമ്മൾ ഐയും ജെയും ഈക്വൽ ആവുന്ന കേസിലും നമുക്ക് എന്ത് പറയാൻ സാധിക്കും AII is equal to മൈനസ് AII നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അവിടെ നിന്ന് പിന്നെ അവസാനം നമുക്ക് എന്നാ പറയാം, എന്നിട്ട് നമ്മൾ പിന്നെ പറയുകയാണ്. അപ്പോൾ AII is equal to മൈനസ് AII എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുവരുവാണ് AII പ്ലസ് മൈനസ് AII പുറത്ത് വരുമ്പോൾ പ്ലസ് AII is equal to 0 എന്ന്. ഈ മൈനസ് AII പുറത്ത് വരുമ്പോൾ പ്ലസ് AII. അപ്പോൾ എത്ര AII ഉണ്ട്? 2AII is equal to 0 എന്ന്. That is AII is equal to 0/2 എന്ന് പറയുമ്പോൾ എന്താണ് 0 തന്നെ വരും. അതിൻ്റെ അർത്ഥം എന്താണ്? ഐയും ഐയും ഈക്വൽ ആകുമ്പോൾ അല്ലെ ഐയും ജെയും ഈക്വൽ ആകുമ്പോൾ അല്ലെങ്കിൽ AII എന്ന് പറഞ്ഞാൽ A11 A22 A33 എനിക്ക് A11 A22 A33 ഇതെല്ലാം എന്തായിരിക്കും 0 ആയിരിക്കും. ഇതിൽ നമുക്ക് എന്തർത്ഥമാക്കാം? Therefore diagonal elements are zeros. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ തിയറം. ഇപ്പോൾ തിയറം ഫസ്റ്റ് തിയറം പറയാൻ നമ്മൾ നേരത്തെ പ്രോപ്പർട്ടി ആയിട്ട് തന്നെ പറഞ്ഞായിരുന്നു. അതൊന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, ദ ഡയഗണൽ എലമെന്റ്സ് ഓഫ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആർ ഓൾ സീറോസ് എന്ന് പറയും. ഇനി നമുക്ക് രണ്ടാമത്തെ തിയറം നോക്കാം. തിയറം 2 ആണ്. A matrix which is both symmetric and skew symmetric. Symmetric and skew symmetric is a zero matrix. Is a zero matrix. അതിൻ്റെ പ്രൂഫ് എങ്ങനെയാണ്? അതായത് നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ എടുക്കുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് സിമെട്രിക്കുമാണ്, അറ്റ് ദ സെയിം ടൈം സ്ക്യൂ സിമെട്രിക്കുമാണെങ്കിൽ തീർച്ചയായിട്ടും ആ മെട്രിക്സ് എങ്ങനെയുള്ള മെട്രിക്സ് ആയിരിക്കും? സീറോ മെട്രിക്സ് ആയിരിക്കും എന്നാണ്. അപ്പോൾ ഒരു സീറോ മെട്രിക്സിന് മാത്രമേ അറ്റ് ദ സെയിം ടൈം ഇറ്റ് ക്യാൻ ബി സിമെട്രിക് മെട്രിക്സ് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അതെങ്ങനെയാണ് അത് പ്രൂവ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, സപ്പോസ് A is both symmetric and skew symmetric. ഈ മെട്രിക്സ് സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും ആണെന്ന് കരുതുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉടനെ പറയാൻ സാധിക്കും, സിൻസ് A ഈസ് സിമെട്രിക്. സിമെട്രിക് മെട്രിക്സിൻ്റെ പ്രത്യേകത എന്താണ്? A ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു A നമ്മൾ പഠിച്ചിട്ടുണ്ട്. A ട്രാൻസ്പോസ് എടുത്താൽ A തന്നെയായിരിക്കും കിട്ടും. ഇതാണ് സിമെട്രിക് മെട്രിക്സിൻ്റെ. അപ്പോൾ A എന്ന് പറയുന്നത് ബോത്ത് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് ആണ്. അപ്പോൾ സിമെട്രിക് ആണെങ്കിൽ ഉടനെ നമുക്ക് ഈ പ്രോപ്പർട്ടി പറയാം. സിമിലർലി സിൻസ് A ഈസ് സ്ക്യൂ സിമെട്രിക്, സ്ക്യൂ സിമെട്രിക് ആയതുകൊണ്ട് നമുക്ക് ഉടനെ തന്നെ പറയാൻ സാധിക്കും A ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു മൈനസ് A ആയിരിക്കും. നേരത്തെ അവിടെ പറഞ്ഞു A ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു മൈനസ് A ആയിരിക്കും. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പോൾ A ഈസ് അറ്റ് ദ സെയിം ടൈം സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക്. സിമെട്രിക് ആയതുകൊണ്ട് A ട്രാൻസ്പോസ് എപ്പോഴും A ആയിരിക്കും, സ്ക്യൂ സിമെട്രിക് ആയതുകൊണ്ട് A ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു മൈനസ് A ആയിരിക്കും. ഇനി ഫ്രം ഇക്വേഷൻ 1 and 2, ഇക്വേഷൻ 1 and 2 ശ്രദ്ധിച്ച് ലെഫ്റ്റ് സൈഡ് ഈക്വലാണ്, അതുകൊണ്ട് എന്തായിരിക്കും റൈറ്റ് സൈഡ് ഈക്വലാണ്. ഫ്രം ഇക്വേഷൻസ് 1 and 2 A ഈസ് ഈക്വൽ ടു മൈനസ് എയും മൈനസ് എയും ഈക്വൽ ആയിരിക്കും. അതിൽ നമുക്ക് എന്താ പറയുക, ഈ മൈനസ് സൈൻ ഇപ്പുറത്ത് കൊണ്ടുവന്ന് നമുക്ക് പറയാം A പ്ലസ് A ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് 2A ഈസ് ഈക്വൽ ടു 0. Therefore A ഈസ് ഈക്വൽ ടു 0. A ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്?
എ ഈസ് എ സീറോ മെട്രിക്സ്. അതിൻ്റെ എലിമെൻറ്റ്സ് എല്ലാം സീറോ ആയിരിക്കും. therefore എ ഈസ് എ സീറോ മെട്രിക്സ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ തിയറത്തിൻ്റെ അർത്ഥം എന്താണ്? ഒരു മെട്രിക്സ് പിന്നെ സിമെട്രിക് മെട്രിക്സും ആണ്, അറ്റ് ദ സെയിം ടൈം സ്ക്യൂ സിമെട്രിക്കും ആണെങ്കിൽ രണ്ടും കൂടെ ഒന്നിച്ച് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് എന്നാ മെട്രിക്സ് ആയിരിക്കും? സീറോ മെട്രിക്സ് ആയിരിക്കും. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ തിയറം. ഇനി മൂന്നാമത്തെ തിയറത്തിലേക്ക് വരാം. For any square matrix with the real entries സ്ക്വയർ മെട്രിക്സ് എ എന്ന് വേണമെങ്കിൽ കൊടുക്കാം, പേര് കൊടുക്കാം. ആ മെട്രിക്സിൻ്റെ പേര് ക്യാപിറ്റൽ എ ആണെങ്കിൽ വിത്ത് റിയൽ എൻട്രീസ് എന്ന് പറഞ്ഞാൽ, റിയൽ എൻട്രീസ് എന്ന് പറഞ്ഞാൽ അതിലെ എലിമെൻറ്റ്സ് എല്ലാം റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ആണെങ്കിൽ ഉടനെ നമുക്ക് പറയാൻ സാധിക്കും എ പ്ലസ് എ ട്രാൻസ്പോസ് ഈസ് സിമെട്രിക്. എ മൈനസ് എ ട്രാൻസ്പോസ് ഈസ് സ്ക്യൂ സിമെട്രിക്. എന്താണ് നമുക്കിവിടെ പറയുന്നത്? തിയറം എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് ആണ് വിത്ത് റിയൽ എൻട്രീസ്. അതിലെ എലിമെൻറ്റ്സ് എല്ലാം റിയൽ നമ്പേഴ്സ് ആണ്. എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് നമ്പർ ഒന്നുമല്ല, റിയൽ എൻട്രീസ് ആണ്. റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ എയുടെ അതിൻ്റെ ട്രാൻസ്പോസൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു സിമെട്രിക് മെട്രിക്സും എയിൽ നിന്ന് എ ട്രാൻസ്പോസ് സബ്ട്രാക്ട് ചെയ്യുകയാണ് നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? സ്ക്യൂ സിമെട്രിക് മെട്രിക്സും ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എ ഇസ് എ സ്ക്വയർ മെട്രിക്സ് എന്ന് തന്നിട്ടുണ്ട്. എ പ്ലസ് എ ട്രാൻസ്പോസ് നമുക്കറിയാം. ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ബി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി ആണെന്ന് പ്രൂവ് ചെയ്ത് വെച്ചാൽ. അതുപോലെ ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അതിൻ്റെ ട്രാൻസ്പോസ് അത് തന്നെയാണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മളെ ഒരു എളുപ്പത്തിന് വേണ്ടി സപ്പോസ് ബി ഇസ് ഈക്വൽ ടു എ പ്ലസ് എ ട്രാൻസ്പോസ് നമ്മൾ പറയാനുള്ള സൗകര്യത്തിന്, ഇതിനെ വിളിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ബി എ നമ്മൾ എ പ്ലസ് എ ട്രാൻസ്പോസ് എന്നങ്ങ് അതിന് പേര് കൊടുക്കുക. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്താൽ മതി? ബി ട്രാൻസ്പോസ് എടുക്കുകയാണെങ്കിൽ ബി എന്ന് പ്രൂവ് ചെയ്ത് വെച്ചാൽ മതി. ടു പ്രൂവ് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ബി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ബി ട്രാൻസ്പോസ് എടുക്കുകയാണ്. നൗ എന്ത് വരുന്നത് നോക്കാം. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ പ്ലസ് എ ആണ്. എ പ്ലസ് എ ട്രാൻസ്പോസ് ആണ്. അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കും. അപ്പോൾ നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട് എ പ്ലസ് ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. ഫസ്റ്റ് മെട്രിക്സിൻ്റെ ട്രാൻസ്പോസും സെക്കൻഡ് മെട്രിക്സിൻ്റെ ട്രാൻസ്പോസും തമ്മിൽ സം ചെയ്തെടുത്താൽ നമുക്ക് ഈ റിസൾട്ട് കിട്ടും. അതനുസരിച്ച് നമുക്ക് ഇതൊന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ സാധിക്കും. ഫസ്റ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് എ ആണ്, എയുടെ ട്രാൻസ്പോസ് എടുക്കുന്നത്, പ്ലസ് സെക്കൻഡ് മെട്രിക്സ് എന്ന് പറയുന്നത് എ ട്രാൻസ്പോസ് ആണ്, അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുന്നത്. ദാറ്റ് ഈസ് എ ട്രാൻസ്പോസ് പ്ലസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇങ്ങനെ പഠിച്ചു, എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എ തന്നെയായിരിക്കും, ഒറിജിനൽ മെട്രിക്സ് തന്നെ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് വരെ നമുക്ക് എ എന്ന് എഴുതാൻ സാധിക്കും. പിന്നെ ഒന്നുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതി അങ്ങനെ എഴുതാം. എ പ്ലസ് എ ട്രാൻസ്പോസ്. എ പ്ലസ് എ ട്രാൻസ്പോസ് എവിടെ കിടന്നാലും നമുക്ക് എന്ത് എഴുതാം? ബി എന്ന് എഴുതാം. അപ്പോൾ അവസാനം നമുക്ക് എന്താണ് കിട്ടിയത്? ബി ട്രാൻസ്പോസേ നമ്മൾ തുടങ്ങിയിട്ട് അവസാനം ബി എന്ന് തന്നെ കിട്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? therefore ബി ഈസ് സിമെട്രിക്. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ പ്ലസ് എ ട്രാൻസ്പോസ് ആണ്. എ പ്ലസ് എ ട്രാൻസ്പോസ് ഈസ് സിമെട്രിക് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട്. എ പാർട്ട് അതായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ബി പാർട്ടിലേക്ക് വരാം. അപ്പം നമ്മൾ എന്താണ് പഠിച്ചത്? ഏത് സ്ക്വയർ മെട്രിക്സും ആയിക്കോട്ടെ, ആ മെട്രിക്സും അതിൻ്റെ ട്രാൻസ്പോസിൻ്റെയും കൂടെ സം എപ്പോഴും എന്നാ മെട്രിക്സ് ആയിരിക്കും? സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും എന്നാണ് നമുക്ക് കിട്ടിയത്. ഇനി ബി പാർട്ട് നമുക്ക് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്ത് നമുക്ക് എ മൈനസ് എ ട്രാൻസ്പോസ്. ആക്ച്വലി നമുക്ക് വേറൊരു അക്ഷരം നോക്കാം, സി എ മൈനസ് എ ട്രാൻസ്പോസിനെ നമ്മൾ സി എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് ആയിട്ട് എടുക്കുകയെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഈ സി എന്ന് പറയുന്നത്, ഇതിന് വരെ നമ്മൾ സി എന്ന് വിളിച്ചാൽ സി സ്ക്യൂ സിമെട്രിക് ആണെന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ടു പ്രൂവ് സി ഈസ് സ്ക്യൂ സിമെട്രിക് എന്ന് പറയുന്നതിന് പകരം സി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു മൈനസ് സി. ഇത് പ്രൂവ് ചെയ്ത് വെച്ചാൽ മതി. ഒരു മെട്രിക്സ് ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് സ്ക്യൂ സിമെട്രിക് ആണെന്ന് പറയണമെന്ന് എപ്പോഴാണ്? എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു മൈനസ് എ ആണെന്ന് പറയുമ്പോഴാണ്.
അപ്പോൾ സി എന്ന് പറയുന്നത് ഈ മെട്രിക്സ് സി എന്നായിട്ട് നമ്മൾ എടുത്താൽ സി ഒരു സ്ക്യൂ സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യുന്ന എപ്പോഴാണ് അല്ലെ അത് പ്രൂവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? സി ട്രാൻസ്പോസ് എടുത്ത് മൈനസ് സി എന്ന് പ്രൂവ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നമുക്കിവിടെ ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്ക് സിയുടെ ട്രാൻസ്പോസ് ഒന്ന് എടുത്ത് നോക്കാം. സി ട്രാൻസ്പോസ് ഇസിക്കൽ സിക്ക് പകരം എന്താണ്? എ മൈനസ് എ ട്രാൻസ്പോസ് ആണ്. എന്നിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് നമ്മൾ എടുത്തു. കാരണം സി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ സി എന്ന് പറഞ്ഞാൽ തന്നെ ഇതാണ്, അതിൻ്റെ ട്രാൻസ്പോസ് എടുത്തു. ഇനി എ മൈനസ് ബി ട്രാൻസ്പോസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ പ്ലസ് ബി ട്രാൻസ്പോസ്, എ മൈനസ് ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താ? എ ട്രാൻസ്പോസ് മൈനസ് ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എടുത്താൽ എ ട്രാൻസ്പോസ് മൈനസ് സെക്കൻഡ് മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ഒന്നുകൂടെ എടുക്കും. ദാറ്റ് ഈസ് എ ട്രാൻസ്പോസ് മൈനസ് വാട്ട് ഈസ് എ ട്രാൻസ്പോസ് ട്രാൻസ്പോസ് ദാറ്റ് ഈസ് എ ആണ്. അപ്പം ഞാൻ ഈ മൈനസ് ആദ്യം കൊടുത്താൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? മൈനസ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസ് നമുക്ക് എഴുതാൻ നേരെ നോക്കിയും. കാരണം ഈ ബ്രാക്കറ്റ് നോക്കിയാൽ മൈനസ് അതിവിടെ ഉണ്ട്. മൈനസ് ഓഫ് മൈനസ് ആണ് പ്ലസ് എ ട്രാൻസ്പോസ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും. അതിന് എഴുതുന്നതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. മൈനസ് സി എന്ന് ഇനി നമുക്ക് ഇതിനെ എഴുതാൻ പറ്റും കേട്ടോ. സി ആണ് എ മൈനസ് എ ട്രാൻസ്പോസ്. അപ്പോൾ അവസാനം നമുക്ക് എന്താണ് കിട്ടിയത്? സി ട്രാൻസ്പോസ് ഇസിക്കലും മൈനസ് സി എന്ന് കിട്ടി. അതിൻ്റെ മീനിങ് എന്താണ്? therefore സി ഈസ് സ്ക്യൂ സിമെട്രിക്. സി എന്ന് പറഞ്ഞാൽ എന്താണ്? therefore that is a minus a transpose is skew symmetric. അപ്പോൾ എന്താണ് നമ്മൾ ഈ ഒരു തിയറത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്? എ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്ക്വയർ മെട്രിക്സ് ആയിക്കോട്ടെ. ഇപ്പോൾ എയോ അതിൻ്റെ സമ്മൂഡ് അതിൻ്റെ ട്രാൻസ്പോസിൻ്റെ സമ്മൂഡ് എടുത്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? ഒരു സിമെട്രിക് മെട്രിക്സ് ആണ്. എയിൽ നിന്ന് എ ട്രാൻസ്പോസ് സബ്ട്രാക്ട് ചെയ്താൽ മറ്റൊരു മെട്രിക്സ് കിട്ടും. അതെപ്പോഴും എന്താ മെട്രിക്സ് ആയിരിക്കും? സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. ഇത് ഓർത്തിരിക്കേണ്ട ഒരു റിസൾട്ടാണ്. ഇതിപ്പോൾ നമ്മളെ മൂന്നാമത്തെ തിയറമാണ്. ഇത് പറഞ്ഞിരുന്നത് മൂന്നാമത്തെ തിയറമാണ്. അടുത്തായിട്ട് നമുക്ക് നാലാമത്തെ തിയറത്തിലേക്ക്. തിയറം 4. Any square matrix can be expressed as the sum of a symmetric and skew symmetric matrix. അടുത്ത തിയറം എന്താ പറയുന്നത് നോക്കി. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഇതാണ്. ഏതൊരു മെട്രിക്സിനെയും ഏതൊരു സ്ക്വയർ മെട്രിക്സിനെയും നമുക്കൊരു സിമെട്രിക് മെട്രിക്സിൻ്റെ സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ സമ്മായിട്ട് എഴുതാമെന്നാണ് നമ്മൾ അടുത്ത പ്രൂഫ് പറയാം, അടുത്ത തിയറം പറയാം. ഇതിനു മുമ്പ് തന്നെ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുക്കാമെങ്കിൽ എ പ്ലസ് എ ട്രാൻസ്പോസ് എപ്പോഴും എന്തായിരിക്കും? സിമെട്രിക് മെട്രിക്സ് ആണെന്ന് നമ്മൾ പഠിച്ചു. എ മൈനസ് അതിൻ്റെ ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ ഉടനെ നമുക്ക് എന്നാ പറയാം? ഇത് സ്ക്യൂ സിമെട്രിക് ആണെന്ന് നമ്മൾ പറയാൻ സാധിക്കും. അപ്പോൾ ഇത് നമുക്കറിയാം. എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ്, ഏതൊരു സ്ക്വയർ മെട്രിക്സ് ആയിക്കോട്ടെ, എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് സിമെട്രിക് മെട്രിക്സും എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സും ആയിരിക്കും. പക്ഷേ അടുത്ത തിയറം നമ്മളോട് പറയുന്നത് ഏതെങ്കിലും ഒരു മെട്രിക്സിനെ നമുക്ക് ഈ രണ്ട് മെട്രിക്സുകളുടെ, അതായത് സിമെട്രിക് മെട്രിക്സിൻ്റെ സ്ക്യൂ സിമെട്രിക്സ് മെട്രിക്സിൻ്റെ സമ്മായിട്ട് എഴുതാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. A is any square matrix. നമ്മൾ പറയുകയാണ് സപ്പോസ് എ എന്ന് പറയുന്ന ഒരു ഏതെങ്കിലും ഒരു സ്ക്വയർ മെട്രിക്സ് ആയിക്കോട്ടെ. അപ്പോൾ എ വേണം നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും. എ ഈസ് ഈക്വൽ ടു എ പ്ലസ് എ ട്രാൻസ്പോസ് ബൈ 2 പ്ലസ് എ മൈനസ് എ ട്രാൻസ്പോസ് ബൈ 2 എന്ന് പറയാൻ സാധിക്കും. ശരിയല്ല എനിക്ക്? അതായത് ഇവിടെ ഒരു a/2 ഉണ്ട്. ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കി. a/2 ഉണ്ട്. ഇത് എ ട്രാൻസ്പോസ് ബൈ 2 എന്ന് എഴുതാം. ഇതിനെ എങ്ങനെ എഴുതാം? പ്ലസ് a/2 ഉണ്ട് മൈനസ് എ ട്രാൻസ്പോസ് ബൈ 2 എന്ന് എഴുതാൻ സാധിക്കും. ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ, ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതും. അപ്പോൾ ഇതിങ്ങനെ ക്യാൻസൽ ചെയ്ത് പോകും. രണ്ട് സെയിം ക്വാണ്ടിറ്റി, പ്ലസും മൈനസും വ്യത്യാസമുള്ളൂ. അപ്പോൾ a/2 പ്ലസ് a/2 എന്ന് പറഞ്ഞാൽ എന്താണ്? എ എന്ന് എഴുതാൻ സാധിക്കും. അപ്പം ഏതൊരു മെട്രിക്സ് എയെ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? എ പ്ലസ് എ ട്രാൻസ്പോസ് ബൈ 2 പ്ലസ്
എ മൈനസ് എ ട്രാൻസ്പോസ് ബൈ 2 എന്ന് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനെ ഒന്നുകൂടെ നമുക്കിങ്ങനെ എഴുതാം, ഹാഫ് ഓഫ് എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് ഹാഫ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് എഴുതാൻ സാധിക്കും. ഇത് രണ്ട് സെയിം ക്വാണ്ടിറ്റിയാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഞാൻ പി എന്നും ഇതിനെ ക്യൂ എന്നും അങ്ങ് വിളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അങ്ങനെ പറയുകയാണെങ്കിൽ പി എന്തായിരിക്കും? പി എന്ന് പറയുന്നത് ഹാഫ് ഓഫ് എ പ്ലസ് എ ട്രാൻസ്പോസും ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹാഫ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസും ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇനി നമുക്കെന്ത് പ്രൂവ് ചെയ്താൽ മതി? അപ്പോൾ നമ്മൾ എ പി പ്ലസ് ക്യൂ എന്ന് പറഞ്ഞ രണ്ട് മെട്രിക്സസിൻ്റെ സമ്മായിട്ട് എഴുതി. വേർ എ ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് എ പ്ലസ് എ ട്രാൻസ്പോസ് ആൻഡ് ക്യൂ ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസ് ആണ്. അപ്പോൾ ഇനി നമുക്കെന്ത് പ്രൂവ് ചെയ്താൽ മതി? ഇതിൽ ഒരെണ്ണം സിമെട്രിക് ആണെന്നും അടുത്തത് സ്ക്യൂ സിമെട്രിക് ആണെന്നും പ്രൂവ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ സ്ക്വയർ മെട്രിക്സിനെ സിമെട്രിക് മെട്രിക്സിൻ്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെയും സമ്മായിട്ട് എഴുതാവുന്നതാണ്. അപ്പോൾ ഈ എ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പി പ്ലസ് ക്യൂ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് പി സിമെട്രിക് ആണെന്നും ക്യൂ സിമെട്രിക് ആണെന്നും പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ ആദ്യമേ നമുക്ക് പി എന്ന് പറയുന്നത് സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നോ പി ട്രാൻസ്പോസ് ഇസിക്കൽ ടു പി നമുക്ക് പ്രൂവ് ചെയ്താൽ പി എന്തായിരിക്കും? സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. പി ട്രാൻസ്പോസ് ഞാൻ ഒന്ന് എടുക്കുക. പി എന്ന് പറഞ്ഞാൽ തന്നെ ഹാഫ് ഓഫ് എ പ്ലസ് എ ട്രാൻസ്പോസ് ആണ്. അതിൻ്റെ ട്രാൻസ്പോസ് ഒന്ന് എടുക്കുക. പി എന്ന് പറഞ്ഞാൽ തന്നെ ഹാഫ് ഓഫ് എ പ്ലസ് എ ട്രാൻസ്പോസ് ആണ്. അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കും. അപ്പോൾ നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട്, കെ ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ വെളിയിലെടുത്ത് എ ട്രാൻസ്പോസ് എന്ന് എഴുതാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സ്കെയിലറിങ് വെളിയിലെടുക്കും. ഇവിടെ സ്കെയിലർ എന്ന് പറയുന്നത് ഹാഫാണ്. ഹാഫ് വെളിയിലെടുത്ത് കഴിഞ്ഞാൽ എ പ്ലസ് എ ട്രാൻസ്പോസ് ഹോൾ ട്രാൻസ്പോസ് ഉണ്ട്. വീണ്ടും ഹാഫ് എ പ്ലസ്, ഇത് നമുക്ക് ഈ എ പ്ലസ് ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താ എഴുതാം? എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് എന്ന് എഴുതും. എന്ന് പറഞ്ഞാൽ ഇത് എഴുതി കഴിഞ്ഞാൽ എ ട്രാൻസ്പോസ് പ്ലസ് സെക്കൻഡ് മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എഴുതാം. എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് ഓഫ് എ ട്രാൻസ്പോസ് പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എ തന്നെയാണ്. അത് നമുക്ക് എങ്ങനെ എഴുതാം? ഹാഫ് ഓഫ് എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് എഴുതും. ഇത് തിരിച്ചൊന്ന് എഴുതുന്നുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ? ഈ ഹാഫ് ഓഫ് എ പ്ലസ് എ ട്രാൻസ്പോസിന് നമ്മൾ എന്തെന്നാണ് പറഞ്ഞിരുന്നത്? പി എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് എന്ത് കിട്ടി? പി ട്രാൻസ്പോസ് ഇസിക്കൽ പി എന്ന് കിട്ടി. അതുകൊണ്ട് പി എന്ത് മെട്രിക്സ് ആണ്? therefore പി ഈസ് സിമെട്രിക്. അപ്പോൾ നമ്മൾ എ എന്ന് പറയുന്ന സ്ക്വയർ മെട്രിക്സിനെ പി പ്ലസ് ക്യൂ എന്ന് എഴുതി. അവിടെ പി എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് എഴുതി? സിമെട്രിക് മെട്രിക്സ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. ഇനി നമുക്ക് എന്തുകൂടെ പ്രൂവ് ചെയ്താൽ മതി? ക്യൂ എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ തന്നെ എടുക്കാം. ക്യൂ എടുക്കുക. ക്യൂവിൻ്റെ ട്രാൻസ്പോസ് എടുക്കും. ക്യൂ നമുക്ക് സ്ക്യൂ സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ക്യൂവിൻ്റെ ട്രാൻസ്പോസിനെ മൈനസ് ക്യൂ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ക്യൂ ഇസ് ഈക്വൽ ക്യൂവിന് വരെ നമുക്ക് എന്താ എഴുതാം? ഹാഫ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസ് എന്നാണ്. ട്രാൻസ്പോസ് എടുക്കുന്നു. ഇതേപോലെ തന്നെ എടുക്കുന്നു. ഇവിടെ ഹാഫ് വെളിയിൽ എടുക്കുന്നു. എ മൈനസ് എ ട്രാൻസ്പോസിൻ്റെ ട്രാൻസ്പോസ് എടുക്കുന്നു. ദാറ്റ് ഈസ് ഹാഫ് ഓഫ് എ ട്രാൻസ്പോസ് മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് എ ട്രാൻസ്പോസ് മൈനസ്. രണ്ട് ട്രാൻസ്പോസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിനെ എന്ന് എഴുതാം. ഇവിടെ ഞാനൊരു മൈനസ് ഈ വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് എഴുതാം. ഇത് നമുക്ക് ബ്രാക്കറ്റൊക്കെ നീക്കുമ്പോൾ പഴയ പടി തന്നെ ആയിക്കോളും. മൈനസ് ഹാഫ് എ അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. മൈനസ് വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ മൈനസ് എ ഇവിടെ വരും. പിന്നെ മൈനസ് പ്ലസ് വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? മൈനസ്. ഇതിന് നമുക്ക് ഇനിയിപ്പോൾ ഇങ്ങനെ പറയാം. നമ്മൾ എന്താണ് എടുത്തിരുന്നത്? മൈനസ്. ഇനി ഹാഫ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസ് എന്താണ്? ക്യൂ ആണ്. മൈനസ് ക്യൂ. അപ്പം ക്യൂ ട്രാൻസ്പോസ് ഇസിക്കലും മൈനസ് ക്യൂ നമുക്ക് കിട്ടും. അപ്പോൾ എന്താണ്? ക്യൂ ഈസ് ക്യൂ സിമെട്രിക്. അപ്പോൾ പി എന്തായിട്ടാണ് നമുക്ക് കിട്ടിയത്? സിമെട്രിക് മെട്രിക്സ് എന്നും ക്യൂ എന്തായിട്ടാണ് കിട്ടിയത്? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്നും കിട്ടി. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഏതൊരു മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ് എ നമുക്ക് ഏതിൻ്റെ സമ്മായിട്ട് എഴുതാം? ഒരു സിമെട്രിക് മെട്രിക്സിൻ്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെയും സമ്മായിട്ട് എഴുതാം. അതിനുള്ള ടെക്നിക്ക് എന്താണ്? എ എങ്ങനെ എഴുതാം? നമുക്ക് എ പ്ലസ് എ ട്രാൻസ്പോസ് ബൈ 2 പ്ലസ് എ മൈനസ് എ ട്രാൻസ്പോസ് ബൈ 2 എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ
അപ്പം അങ്ങനെ ഏതൊരു സ്ക്വയർ മെട്രിക്സിനെ നമുക്ക് എന്തായിട്ട് എഴുതാൻ സാധിക്കും? സം ഓഫ് എ സിമെട്രിക് മെട്രിക്സ് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഉണ്ടാകും. ഇനി അടുത്ത് നമുക്ക് അടുത്ത തിയറത്തിലേക്ക് വരാം. തിയറം 5ാമത്തെ തിയറമാണ്. അഞ്ചാമത്തെ തിയറി ഇതാണ് പറയുന്നത്. If A and B are symmetric matrices of the same order, symmetric matrices of the same order, then AB minus BA is skew symmetric and B is equal to AB plus BA is symmetric. അപ്പോൾ ഇവിടെ പറയുന്ന തിയറം എന്താണ്? എ ആൻഡ് ബി ആർ സിമെട്രിക് മെട്രിക്സ് ഓഫ് ദി സെയിം ഓർഡർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എയും ബിയും എങ്ങനെയുള്ള മെട്രിക്സസ് ആണ്? സിമെട്രിക് മെട്രിക്സസ് ആണ്. സിമെട്രിക് മെട്രിക്സസ് ഓഫ് ദി സെയിം ഓർഡർ, രണ്ടിനും ഒരേ ഓർഡർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? എ ബി മൈനസ് ബി എ ഈസ് സ്ക്യൂ സിമെട്രിക്, എ ബി പ്ലസ് ബി എ ഈസ് സിമെട്രിക് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പ്രൂഫ് നമ്മൾ പറയുമ്പോൾ എ ആൻഡ് ബി ആർ സിമെട്രിക് മെട്രിക്സസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ തന്നെ ആദ്യം പറയാം. സിൻസ് എ ആൻഡ് ബി ആർ സിമെട്രിക്, എയും ബിയും സിമെട്രിക് ആയതുകൊണ്ട് ഉടനെ നമുക്ക് എന്നാ പറയാൻ സാധിക്കും? എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ആൻഡ് ബി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി. എവിടെയെങ്കിലും ഇനി എ ട്രാൻസ്പോസ് കാണാൻ നമുക്ക് എ എന്ന് എഴുതാം, ബി ട്രാൻസ്പോസ് കാണുകയാണെങ്കിൽ ബി എന്ന് എഴുതാം. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? എ ബി മൈനസ് ബി എ ഈ സ്ക്യൂ സിമെട്രിക് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഏർപ്പാട്ട് നമുക്ക് എടുക്കാം. എ ബി മൈനസ് ബി എ ഇത് സ്ക്യൂ സിമെട്രിക് ആണ് നമുക്ക് പ്രൂവ് ചെയ്യാണെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ ഇതിൻ്റെ മൈനസ് കിട്ടുമെന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇതിൻ്റെ ഏതായാലും ട്രാൻസ്പോസ് ഒന്ന് എടുക്കുക. നമുക്കറിയാം ഫസ്റ്റ് ക്വാണ്ടിറ്റി മൈനസ് സെക്കൻഡ് ക്വാണ്ടിറ്റി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പോസ് ഓഫ് ദി ഫസ്റ്റ് ക്വാണ്ടിറ്റി മൈനസ് ട്രാൻസ്പോസ് ഓഫ് ദി സെക്കൻഡ് ക്വാണ്ടിറ്റി. പിന്നെ എ ബി ട്രാൻസ്പോസ് നമ്മളിങ്ങനെ റിവേഴ്സ് ഓർഡറിൽ പഠിച്ചു. അപ്പോൾ എന്താണ്? പി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് മൈനസ് എ ട്രാൻസ്പോസ് ബി ട്രാൻസ്പോസ് ഉണ്ട്. ഇനി ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ബി ട്രാൻസ്പോസോ എ ട്രാൻസ്പോസോ കാണുവാണെങ്കിൽ അതിന് പകരമൊക്കെ നമുക്ക് എയും ബിയും ഒക്കെ എഴുതാം. അപ്പോൾ ഇതിനെ നമുക്ക് ബി എ മൈനസ് എ ബി എന്ന് എഴുതാൻ സാധിക്കും. ഇവിടെ ഞാനൊരു മൈനസ് വെളിയിലെടുത്ത് അങ്ങനെ എഴുതാം. മൈനസ് ഓഫ് എ ബി മൈനസ് ബി എന്ന് എഴുതാം. ശരിയായിട്ടാണ് നോക്കിയേ. മൈനസ് എ ബി അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മൈനസ് ഓഫ് മൈനസ് പ്ലസ് ബി എന്ന് ഇവിടെ എഴുതുന്നത്. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? ഈ ക്വാണ്ടിറ്റിയുടെ ട്രാൻസ്പോസ് എടുത്തപ്പോൾ അതിൻ്റെ മൈനസ് ക്വാണ്ടിറ്റിയാണ് കിട്ടിയത്. അതിൻ്റെ അർത്ഥം എന്താണ്? therefore എ ബി മൈനസ് ബി എ ഈസ് സ്ക്യൂ സിമെട്രിക്. ഇനി ബി പാർട്ട് നമുക്ക് നോക്കാം. ബി പാർട്ട് എന്താണ്? ഇവയുടെ സം എടുക്കാമെങ്കിൽ അത് സിമെട്രിക്. ഇതുപോലെ തന്നെ പ്രൂഫ് എടുക്കുന്ന ട്രാൻസ്പോസ് എടുത്ത് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെ എഴുതാം? എ ബി പ്ലസ് ബി എന്ന് എടുക്കുന്നു. എ ബി പ്ലസ് ബി അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എ ബി പ്ലസ് ബി എന്ന് തന്നെ കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് രണ്ട് മെട്രിക്സിൻ്റെ സം എന്ന് പറയുമ്പോൾ എന്താ? അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഫസ്റ്റ് മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് പ്ലസ് സെക്കൻഡ് മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി പ്രോഡക്റ്റിൻ്റെ ട്രാൻസ്പോസ് എപ്പോഴും റിവേഴ്സ് ഓർഡറിലാണ് എഴുതേണ്ടത്. നമുക്കറിയാം ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് പ്ലസ് എ ട്രാൻസ്പോസ് ബി ട്രാൻസ്പോസ് എന്ന് എഴുതും. ഇനി ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസോ കാണുന്നതിന് വരെ നമുക്ക് എ എന്നും ബി എന്നും ഒക്കെ എഴുതാം. അപ്പോൾ ഇവിടെ ബി എന്നും ഇവിടെ എ എന്നും ഇവിടെ എ എന്നും ഇവിടുന്ന് ബി എന്നും എഴുതും. അപ്പോൾ ഇതിനെ ഒന്നുകൂടെ അറേഞ്ച് ചെയ്ത് എഴുതാൻ എ ബി പ്ലസ് ബി എന്ന് കിട്ടും. അത് തന്നെയല്ലേ നമുക്ക് അതിൻ്റെ ട്രാൻസ്പോസ് ഇപ്പോൾ അതേ മെട്രിക്സ് തന്നെയല്ലേ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഇവയുടെ സം എടുത്താൽ ഇവിടെ ഡിഫറൻസ് ആണ് സ്ക്യൂ സിമെട്രിക്കും. സം എടുക്കുകയാണെങ്കിൽ എന്താണ്? സിമെട്രിക് മെട്രിക്സ് അത് കിട്ടിയെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്താണ് ഇവിടെ ഓർത്തിരിക്കേണ്ടത്? എ ആൻഡ് സപ്പോസ് എ ആൻഡ് ബി ആർ symmetric matrix of the same order, then the AB minus BA is skew symmetric and AB plus BA is symmetric matrix. ഇതിൻ്റെ എല്ലാ പ്രൂഫ് നിങ്ങൾ പ്രത്യേകിച്ച് ഇതിന് തൊട്ട് മുമ്പേ നമ്മൾ പറഞ്ഞ തിയറം 4ൻ്റെ പ്രൂഫാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പ്രൂഫൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രൂഫ് നന്നായിട്ട് പഠിക്കുക.